മലയാളത്തിലെ ആദ്യത്തെ കാവ്യപ്രസ്ഥാനമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? ഉത്തരം പാട്ടുസാഹിത്യം. ലഭ്യമായവയിൽ വെച്ച് ഏറ്റവും പഴയ പാട്ടുസാഹിത്യകൃതി ഏതാണ്? ഉത്തരം ചിരാമകവിയുടെ രാമചരിതം. ആദി കവിത്രയം ആരെല്ലാമാണ്? ഉത്തരം എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ. മഹാകവിത്രയത്തിൽപ്പെടുന്ന കവികൾ ആരെല്ലാമാണ്? ഉത്തരം കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ആരുടെ മഹാകാവ്യമാണ് ചിത്രയോഗം? ഉത്തരം വള്ളത്തോൾ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന P.K. ബാലകൃഷ്ണന്റെ നോവലിന്റെ പ്രമേയം മഹാഭാരതത്തിൽ നിന്നും സ്വീകരിച്ചതാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ഉത്തരം കർണൻ. കൊച്ചു സീത ആരുടെ കാവ്യമാണ്? ഉത്തരം വള്ളത്തോൾ. ഉള്ളൂരിന്റെ മഹാകാവ്യം ഏതാണ്? ഉത്തരം ഉമാകേരളം. EMSനെ പരാമർശിച്ചുകൊണ്ട് M. മുകുന്ദൻ എഴുതിയ ഒരു നോവൽ വളരെ ജനശ്രദ്ധ നേടിയിരുന്നു. ഏതാണ് ആ നോവൽ? ഉത്തരം കേശവന്റെ വിലാപങ്ങൾ. പിങ്കള ആരുടെ കൃതിയാണ്? ഉത്തരം ഉള്ളൂർ. സഹ്യനേക്കാൾ തലപ്പൊക്കം നിളയേക്കാളും ആർദ്രത ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകമങ്ങനെ എന്ന് പാടിയത് ആരാണ്? ഉത്തരം ആറ്റൂർ രവിവർമ്മ. പരിസ്ഥിതി പ്രശ്നം ചർച്ച ചെയ്യുന്ന ഇടശ്ശേരി കവിത. ഉത്തരം കുറ്റിപ്പുറം പാലം. കാഴ്ച വൈകല്യം ഉള്ളവർക്കായുള്ള ടെക്സ്റ്റ് എഡിറ്റർ ഏതാണ്? ഉത്തരം ബ്രെയിൻ മൊഴി. ബ്ലോഗ് എന്നാൽ എന്താണ്? ഉത്തരം ബ്ലോഗിനെ അടിസ്ഥാനമാക്കിയുള്ള ബുക്ക്. മലയാളത്തിലെ ആദ്യ ബ്ലോക്കിന്റെ പേര്? ഉത്തരം കൊടകര പുരാണം. മലയാളത്തിലെ ആദ്യ ഇന്റർനെറ്റ് പത്രം? ഉത്തരം ദീപിക. മലയാളത്തിലെ ആദ്യ മാഗസിൻ? ഉത്തരം പുഴ. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കുട്ടികളുടെ നോവൽ ആരാണ് രചിച്ചത്? ഉത്തരം മുട്ടത്ത് വർക്കി. ചെമ്മീൻ ഏത് കടൽ തീരത്തെ കഥയാണ്? ഉത്തരം പുറക്കാട്ട്. അതിരാണിപ്പാടം കടന്നു വരുന്ന നോവൽ? ഉത്തരം ഒരു ദേശത്തിന്റെ കഥ. ബസ് വരാനായി രവി കാത്തുകിടന്നു. ഏത് നോവലാണ് ഇങ്ങനെ അവസാനിക്കുന്നത്? ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസം. അൽഫോൺസാച്ചൻ എന്ന മാന്ത്രികൻ മുകുന്ദന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ദൈവത്തിന്റെ വികൃതികൾ. ഇരയിമ്മൻ തമ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന കവിക്ക് ഇങ്ങനെയും ഒരു നാമമുണ്ട്. ആരാണ് അദ്ദേഹം? ഉത്തരം രവിവർമ്മൻ തമ്പി. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥം? ഉത്തരം വൃത്താന്ത പത്രപ്രവർത്തനം. ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രമുള്ളത്? ഉത്തരം ഭൂതപ്പാട്ട്. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നീ മൂവർ സംഘം ഏത് രീതിയിലാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം പ്രാചീന കവിയത്രം. മലയാളത്തിലെ ആദ്യ വിദ്യാലയ പ്രസിദ്ധീകരണം? ഉത്തരം വിദ്യാസംഗ്രഹം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാഗസിൻ? ഉത്തരം വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസിക? ഉത്തരം ധന്വന്തരി. മലയാളത്തിലെ ആദ്യത്തെ കൃഷി മാസിക? ഉത്തരം കൃഷിക്കാരൻ. കേരളവർമ്മ വിവർത്തനം ചെയ്ത ഡച്ച് നോവൽ ഏതാണ്? ഉത്തരം അക്ബർ. ഋഗ്വേദം വിവർത്തനം ചെയ്ത കവി? ഉത്തരം വള്ളത്തോൾ. മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? ഉത്തരം 1887 പുറത്തിറങ്ങിയ കേരളീയ സുഗുണബോധിനി. സ്നേഹിക്കയില്ല ഞാൻ ഈ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രവും. ഈ വരികൾ ഏത് കവിയുടേതാണ്? ഉത്തരം വയലാർ രാമവർമ്മ.
മലയാള കാവ്യശാഖയിൽ കാൽപ്പനികത്വത്തിന് പ്രതിഷ്ഠ നൽകിയ ആശാന്റെ പ്രമുഖ ഖണ്ഡകാവ്യങ്ങളിൽ പ്രഥമ പരിഗണന ഈ കൃതിക്കാണ്. ഏതാണ് ഈ കൃതി? ഉത്തരം വീണപ്പൂവ്. സമകാലിക പശ്ചാത്തലവും വിപ്ലവകരമായ സാമൂഹിക ചിന്തയും ഉൾക്കൊള്ളുന്ന ആദ്യത്തെ കാവ്യമായും ഇത് അറിയപ്പെടുന്നു. ഏതാണ് ഈ കൃതി? ഉത്തരം ദുരവസ്ഥ. നായ കഥാപാത്രമായ തകഴിയുടെ കഥ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. കഥകൾ മാത്രം എഴുതുന്ന കഥാകാരൻ. ഉത്തരം ടി പത്മനാഭൻ. സംവിധായകൻ ജോൺ എബ്രഹാമിന്റെ കഥാസമാഹാരം. ഉത്തരം നേർച്ചക്കോഴി. എം.ടിയുടെ ആദ്യ കഥാസമാഹാരം ഏതാണ്? ഉത്തരം രക്തം പുരണ്ട മൺതരികൾ. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു, നടുനിവർക്കാനൊരു കുളിർനിഴൽ നടന്നു. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഒ.എൻ.വി. കുറുപ്പ്. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. മാവിൻ ചുന മണക്കുന്ന മേടത്തിൻ മടിയിൽ പിറന്നവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച കവി ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം എന്താണ്? ഉത്തരം മലബാറിലെ ഔഷധ സസ്യങ്ങൾ. ആറ്റൂരിന്റെ മേഘരൂപൻ എന്ന കവിതയിൽ പ്രത്യക്ഷമാകുന്ന കവി? ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. കാളിദാസനെ നായകനാക്കി ഒ.എൻ.വി. രചിച്ച കാവ്യം? ഉത്തരം ഉജ്ജയിനി. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബാല്യ ഒന്ന് ഏത് കൃതിയിലാണ്? ഉത്തരം ബാല്യകാല സഖി. അപ്പുക്കിളി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച നോവലിസ്റ്റ് ആരാണ്? ഉത്തരം ഒ.വി. വിജയൻ. കയ്യൂർ സമര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ? ഉത്തരം ചിരസ്മരണ. അടിയന്തരാവസ്ഥ ജീവിതം പ്രതിപാദിക്കുന്ന സന്തോഷ് കുമാറിന്റെ നോവൽ? ഉത്തരം അന്ധകാര നാഴി. അധ്യാപക കഥകൾ എഴുതി വിഖ്യാതനായ കഥാകൃത്ത്? ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള. ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം കെ ശ്രീകുമാർ. ദൈവമേ കൈതൊഴാം എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ച കവി ആരാണ്? ഉത്തരം പന്തളം കേരളവർമ്മ. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഉത്തരം വില്യം ലോഗൻ. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വി അയ്യപ്പൻ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കിയ സാഹിത്യ നായകൻ ആരാണ്? ഉത്തരം വി.ടി. ഭട്ടതിരിപ്പാട്. വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ്? ഉത്തരം ആനന്ദമഠം. ജുറാസിക് പാർക്ക് എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ ക്രിക്ടൺ. വഴി വെളിച്ചങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം എ.പി.ജെ. അബ്ദുൽ കലാം. ഒരു അധ്യാപകന്റെ ജീവിതം ചിത്രീകരിക്കുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ നോവൽ? ഉത്തരം പ്രൊഫസർ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി? ഉത്തരം ശാന്തി പ്രസാദ് ജെയിൻ. JBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട വിശ്വസാഹിത്യകാരൻ? ഉത്തരം ജോർജ് ബെർണാഡ് ഷാ. ഏറ്റവും പുരാതന വേദം? ഉത്തരം ഋഗ്വേദം. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി? ഉത്തരം കുമാരനാശാൻ. ബൈബിൾ രചിച്ച ഭാഷ ഏതാണ്? ഉത്തരം ഹീബ്രു. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയുടെ പേര്?
ഉത്തരം എന്നിലൂടെ. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഇരയിമ്മൻ തമ്പി. അഖിലാണ്ട മണ്ഡലമണിയെ ചുരുക്കി എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം പന്തളം KP രാമൻപിള്ള. കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം.